നമസ്കാരം. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയാണ് മഹാകുംഭമേള എന്നറിയപ്പെടുന്നത്. 2025 പ്രയാഗിൽ നടക്കുന്ന കുംഭമേള അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു. ഒരു മനുഷ്യായുസിൽ ഒരിക്കൽ മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന, ദർശിക്കാൻ കഴിയുന്ന ഒരു കുംഭമേള എന്ന നിലയിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ പ്രയാഗിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രധാന കാര്യങ്ങളെല്ലാം ചുക്കാൻ പിടിക്കുന്നത് സന്യാസി വര്യന്മാരാണ്. അതിലെ പൂജാവിധികളും അതിലെ ആൾക്കൂട്ടവും അതിലെ വിൽപ്പന സാമഗ്രികളുമൊക്കെ വലിയ തോതിൽ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ വലിയ തോതിൽ ലോകശ്രദ്ധ ആകർഷിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രയാഗിൽ നടക്കുന്ന ഈ കുംഭമേളയിൽ ഏറ്റവും അധികം വാർത്താ പ്രാധാന്യം നേടിയത് ഒരു പെൺകുട്ടിയാണ്. ഇൻഡോറിൽ നിന്ന് വന്ന മോനി ഭോസ്ലെ എന്ന പെൺകുട്ടി, ചാരക്കണ്ണുകളോടുകൂടിയ മുഖസൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന 16 വയസ്സുകാരിയാണ് മോനി ഭോസ്ലെ. ഈ മോനി ഭോസ്ലെയെ മൊണാലിസ എന്നാണ്, ഇൻഡോർ മൊണാലിസ എന്നും ഈ മഹാകുംഭമേള മൊണാലിസ എന്നുമൊക്കെ വാർത്താ മീഡിയകൾ, വാർത്താ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുകയുണ്ടായി. മാല വിൽക്കാനായി മഹാകുംഭമേളയിൽ പ്രയാഗിലെത്തിയ ഈ മോനി ഭോസ്ലെയെ ഒരു ഫോട്ടോഗ്രാഫറാണ് ആദ്യം കണ്ടെത്തുന്നത്. ഇവളുടെ മുഖകാന്തി കണ്ട്, ഇവളുടെ ചടുലമായ സംസാര രീതി കണ്ട് ഒക്കെയാണ് ഈ ഫോട്ടോഗ്രാഫർ ഇവളുടെ ഫോട്ടോ പകർത്തി പിന്നീടത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ഒരുപാട് സാമൂഹിക മാധ്യമങ്ങളിലുമൊക്കെ വലിയ തോതിൽ ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ കുംഭമേളയിൽ ഏറ്റവും അധികം ശ്രദ്ധയാകർഷിച്ചത് ഈ മോനി ഭോസ്ലെ എന്ന പെൺകുട്ടിയാണ്. 16 വയസ്സ് മാത്രം പ്രായമുള്ള മാല വിൽക്കാൻ വന്ന പെൺകുട്ടി വളരെ പെട്ടെന്ന് തന്നെ ഈ മഹാകുംഭമേളയിലെ വലിയ തോതിലുള്ള അട്രാക്ഷനായി മാറിയപ്പോൾ ഭോസ്ലെയ്ക്ക് ചുറ്റും വാർത്താ മാധ്യമങ്ങൾ കൂടി. അതുകൊണ്ട് തന്നെ ഈ മഹാമേളയുടെ പകിട്ട് കുറയുന്നുണ്ടോ എന്ന് സംഘാടകർക്ക് പോലും തോന്നിയ അവസരത്തിലാണ് ഭോസ്ലെയുടെ മാതാപിതാക്കളെ വിളിക്കുകയും എത്രയും പെട്ടെന്ന് മോനിയെ ഇവിടെ നിന്ന് മാറ്റണമെന്നും ആവശ്യപ്പെടുകയും സംഘാടകർ ചെയ്തത് എന്നാണ് അറിയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം മോനി വളരെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുകയായിരുന്നു. മോനി ഭോസ്ലെ, അതായത് ചാരക്കണ്ണുള്ള സുന്ദരി, എവിടെ പോയി എന്ന് വാർത്താ മാധ്യമങ്ങൾ തിരഞ്ഞു. അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ തിരഞ്ഞു. പക്ഷേ മോനിയെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവളെ തിരിച്ച് അവളുടെ ജന്മസ്ഥലമായ ഇൻഡോറിലേക്ക് മാതാപിതാക്കൾ മാറ്റി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിൽ മോനിക്കുണ്ടായ ഫോളോവേഴ്സിൻ്റെ എണ്ണം 2.5 ലക്ഷത്തിന് മുകളിലാണ്. അത്രമാത്രം ജനശ്രദ്ധ ആകർഷിക്കുവാൻ മോനിക്ക് കഴിഞ്ഞു എന്നുള്ളത് മോനിയുടെ ആ ചാരക്കണ്ണിൻ്റെയും മുഖകാന്തിയുടെയും സംസാര ചടുലതയുടെയും ഒക്കെ ഗുണമാണ് എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. എന്തായാലും 2025 ഈ മഹാകുംഭമേള സംഭാവന ചെയ്ത ഏറ്റവും വലിയ ഒരു അത്ഭുതമായി മാറിയിരിക്കുകയാണ് ചാരക്കണ്ണുള്ള മോനി ഭോസ്ലെ എന്ന മോനി. തീർച്ചയായിട്ടും മോനിയെ ഇപ്പോഴും ആളുകൾ പിന്തുടരുന്നുണ്ട്. മോനിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷ ആളുകൾക്കുണ്ട്. മോനി എവിടെയും പോയിട്ടില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മോനിയെ തൻ്റെ സ്വദേശമായ ഇൻഡോറിലേക്ക് മാതാപിതാക്കളുടെ അനുവാദത്തോടു മാതാപിതാക്കൾ തന്നെയാണ് മാറ്റിയത്. കാരണം ഈ മഹാകുംഭമേളയുടെ പകിട്ട് കുറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ സംഘാടകർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവരുടെ ചുറ്റും വാർത്താ മാധ്യമങ്ങൾ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ കൂടുകയും ഒരു പ്രത്യേക അട്രാക്ഷനോടുകൂടി ഒരു പ്രത്യേക ആകർഷണ ബിന്ദുവായി മോനി മാറുകയും ചെയ്തപ്പോൾ ആണ് ഇത്തരത്തിലുള്ള ഒരു നടപടി. മാത്രമല്ല, ഇതിൻ്റെ സംഘാടകർക്ക് ഈ ഫോട്ടോഗ്രാഫർമാരുടെ വാർത്താ മാധ്യമങ്ങളുടെയൊക്കെ ശല്യം ഒരു കേന്ദ്രത്തിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ സംഘാടക മികവിന് തന്നെ ഒരു ഇടിവ് സംഭവിച്ചതായി തോന്നിയത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവരെ ഇൻഡോറിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ഇൻഡോറിലേക്ക് അവരെ എത്രയും ദ്രുതഗതിയിൽ മാറ്റുകയും ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.